ഇന്ന് ഈ ട്രിപ്പിന്റെ ഫൈനൽ ഡേ ആണ്. റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി. ഇതാണ് ജൽമഹൽ. ജയ്പൂരിലെ മാൻസാഗർ തടാകത്തിന് നടുവിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ആക്ച്വലി 5 നിലകളുണ്ടെങ്കിലും തടാകത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ മുകളിലെ ഒരു നില മാത്രമേ പുറത്ത് കാണാൻ സാധിക്കുള്ളൂ. ഈ വാട്ടർ പാലസ് രാജാക്കന്മാർ താറാവുകളെ വേട്ടയാടാനാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. മാവോത്ത് തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആരവല്ലി കുന്നുകൾക്ക് മുകളിൽ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന ചരിത്ര വിസ്മയമായ അമർ ഫോർട്ട് അഥവാ ആംബർ ഫോർട്ടിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നഹർഗഡ് ഫോർട്ട് കാണാം. 1592 രാജമാൻ സിംഗ് നിർമ്മാണം ആരംഭിച്ച ഈ കോട്ട ഹിന്ദു മുഗൾ വാസ്തുവിദ്യാ ശൈലികളുടെ അതിമനോഹരമായൊരു സംയോജനമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ നിർമ്മിതി ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗണേഷ് പോൾ എന്നറിയപ്പെടുന്ന മനോഹരമായ ചിത്രപ്പണികളാൽ അലങ്കൃതമായ ഈ വാതിൽ കോട്ടയുടെ പ്രധാന പ്രവേശന കവാടങ്ങളിലൊന്നാണ്. ഇതിലൂടെയാണ് രാജകുടുംബം അവരുടെ സ്വകാര്യ മുറികളിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഇതാണ് ദിവാനിയാം. രാജാവ് സാധാരണ ജനങ്ങളുടെ പരാതികൾ കേട്ടിരുന്ന പൊതുസഭാ ഹാൾ. ഇതൊക്കെ ആംബർ ഫോർട്ടിലെ പ്രധാന ഭാഗങ്ങളാണ്. ഇതാണ് സുഖ് നിവാസ്. കോട്ടയ്ക്കുള്ളിലെ സ്വാഭാവികമായ എയർ കണ്ടീഷനിങ് സംവിധാനമുള്ള മുറിയാണിത്. ആംബർ ഫോർട്ടിലെ ഏറ്റവും ആകർഷകമായ ഭാഗമാണ് ശീഷ് മഹൽ. ആയിരക്കണക്കിന് ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ടാണ് ഇതിന്റെ ഭിത്തികളും മേൽക്കൂരയും അലങ്കരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം പോലും ഈ കൊട്ടാരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുമെന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വീഡിയോയിൽ ഇതിന്റെ യഥാർത്ഥ ഭംഗി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. സമയപരിമിതി കാരണം മുഴുവൻ കണ്ടു തീർക്കാതെ ഞങ്ങൾ ആംബർ ഫോർട്ടിൽ നിന്നും ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ട് വേണം ഈ ട്രെയിനിൽ കയറാൻ. ജയ്പൂരിലെ ഫേമസ് ആയ ഓൾഡ് എമ്മോങ് ഖാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി 3 ദിവസം ട്രെയിനിലാണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ട്രെയിനിൽ പിന്നിട്ട് ഈ യാത്ര അങ്ങനെ അവസാനിച്ചു.